എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട Nios +2 വിദ്യാർത്ഥികളെ, നമ്മൾ ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിൽ നിന്ന് 6 ചാപ്റ്ററുകൾ മാത്രമേ ഞാൻ ക്ലാസ് ചെയ്തിട്ടുള്ളായിരുന്നു. അതായത് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് 6 ചാപ്റ്ററുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. 7ാമത്തെ ചാപ്റ്റർ മുതൽ ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഞാൻ കേരള +2ൻ്റെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് തന്നെ നൽകുമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ മറ്റേ ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കണ്ടു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. കാരണം നിങ്ങൾ 6 മാസം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ 2 വർഷം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സാധാരണ +2ന് പോകുന്ന ഒരു കുട്ടി പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ വിശദമായിട്ടുള്ള ക്ലാസ്സുകളാണ്. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. അതുമാത്രമല്ല, മറ്റുള്ളവരിലേക്ക് കൂടി ആ ക്ലാസ്സുകൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ചെയ്യുക, വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ഗുപ്താസ് ആൻഡ് ദെയർ സക്സസേഴ്സ്, ഗുപ്തന്മാരും അവരുടെ പിൻഗാമികളും. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ടത് 1ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ എമർജൻസ് ഓഫ് ദി ഗുപ്താസ്, ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. മൗര്യന്മാരുടെ കാലഘട്ടത്തിന് ശേഷം, അതായത് മൗര്യന്മാരുടെ കാലത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് രാജവംശങ്ങൾ ഭരണം നടത്തുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട 2 എണ്ണമായിരുന്നു ശതവാഹനന്മാരും കുശാനന്മാരും. ശതവാഹനാസും കുശാനാസും. കുശാനന്മാരുടെ പതനത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് രാഷ്ട്രീയ ശിഥിലീകരണമൊക്കെ നടക്കുകയും നിരവധി ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ ഈ ഉയർന്നു വന്ന രാജ്യങ്ങൾ അന്യോന്യം നിരന്തരം വഴക്കിലേർപ്പെടുന്ന അല്ലെങ്കിൽ കലഹത്തിലേർപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എപ്പോഴും യുദ്ധത്തിലായിരുന്നു. അങ്ങനെ ഈ കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷം ഏതാണ്ട് 100 വർഷക്കാലം തുടർന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെയൊക്കെ ഒടുവിലാണ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനം ഉണ്ടാകുന്നത്. ഈ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പാടലീപുത്രവുമായിരുന്നു. അപ്പോൾ ഗുപ്തന്മാരുടെ ഉത്ഭവം, ആദ്യകാല ചരിത്രം, ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല. അതുപോലെ തന്നെ ഗുപ്തന്മാർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും തർക്കമുണ്ട്. അതായത് വൈശ്യന്മാരാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പശ്ചിമ മഗധയിലെ ഒരു ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട കർസാക്കർ ഗോത്രക്കാരായിരുന്നു ഇവരെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനത്തിൽ അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് നിരവധി തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ശ്രീഗുപ്തനാണ്. അതുപോലെ AD 275 ഗുപ്ത സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത്. മനസ്സിലായല്ലോ. ഘടോൽക്കചനെയാണ് 2ാമത്തെ ഗുപ്ത രാജാവായിട്ട് പറയപ്പെടുന്നത്. ഫസ്റ്റ് ആരായിരുന്നു? സ്ഥാപകൻ ശ്രീഗുപ്തൻ. 2ാമത്തെ പ്രഗത്ഭനായ രാജാവ് എന്ന് പറയുന്ന ഗുപ്ത രാജാവ് ഘടോൽക്കചനുമായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. മൗര്യ ഭരണത്തിന് ശേഷം അല്ലെങ്കിൽ മൗര്യന്മാരുടെ ഭരണത്തിന് ശേഷം, കാലത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് രാജവംശങ്ങൾ ഭരണം നടത്തുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട 2 എണ്ണമായിരുന്നു ശതവാഹനന്മാരും കുശാനന്മാരും. ഈ കുശാനന്മാരുടെ പതനത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്നത് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ ഉയർന്നു വരികയും ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ നിരന്തരം യുദ്ധത്തിലൊക്കെ ഏർപ്പെടുന്ന അവസ്ഥയുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ സാഹചര്യം ഏതാണ്ട് നൂറ്റാണ്ടുകളോളം ഒരു നൂറ്റാണ്ടോളം തുടർന്നു വന്നു. ഇതിൻ്റെ ലാസ്റ്റ് അവസാന ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഗുപ്ത സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനത്തോട് ഈ അസ്വസ്ഥതകൾ തൽക്കാലം അവസാനിക്കുകയും ചെയ്തു. പാടലീപുത്രമായിരുന്നു ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. സ്ഥാപകൻ എന്ന് പറയുന്നത് ശ്രീഗുപ്തനായിരുന്നു. അതുപോലെ AD 275 ഈ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത്. 2ാമത്തെ ഗുപ്ത രാജാവ്, പ്രഗത്ഭനായ ഗുപ്ത രാജാവ് ഘടോൽക്കചനുമായിരുന്നു. അതുപോലെ തന്നെ ഇവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട്. വൈശ്യ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട കർസാക്കർ ഗോത്രക്കാരായിരുന്നു എന്നുമൊക്കെ പറയപ്പെടുന്നു. ഇത്രയും മനസ്സിലായല്ലോ. 2ാമത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ചന്ദ്രഗുപ്ത ഫസ്റ്റ്. ചന്ദ്രഗുപ്തൻ ഒന്നാമനെ കുറിച്ച് ഒരു ചെറു വിവരണം എഴുതുക. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ഗുപ്ത വംശത്തിലെ ആദ്യത്തെ ശ്രദ്ധേയനായ രാജാവായിരുന്നു. ആരെന്ന് പറയുന്നത് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു, നമ്മൾ ഏറ്റവും പേര് കേട്ടൊരു രാജാവായിരുന്നു ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. AD 320 അധികാരത്തിലെത്തിയ അദ്ദേഹം തൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഗുപ്തവർഷം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗുപ്തവർഷം എന്ന പേരിൽ പുതിയൊരു സംവത്സരം, വർഷം തന്നെ ആരംഭിക്കുകയുണ്ടായി. അത് ഏകദേശം 600 വർഷക്കാലം ഈ ഗുപ്തവർഷം പ്രചാരത്തിലുണ്ടായിരിക്കുകയും ചെയ്തു. അപ്പോൾ ഗുപ്തവർഷം ആരംഭിക്കുന്നത് ആരാണ്?
ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ് ഗുപ്തവർഷത്തിന് ആരംഭം കുറിക്കുന്നത്. 600 കൊല്ലത്തോളം ഈ ഗുപ്തവർഷം പ്രചാരത്തിലും ഉണ്ടായിരുന്നു. ചന്ദ്രഗുപ്തൻ മഹാരാജാതിരാജ, അതായത് മഹാരാജാതിരാജ എന്ന പദവിയിൽ അറിയപ്പെട്ട, അങ്ങനെ ഒരു പദവി വഹിച്ചിരുന്ന രാജാവായിരുന്നു ആര്? ചന്ദ്രഗുപ്തൻ. ശക്തമായ ലിച്ചാവി കുടുംബത്തിലെ കുമാരദേവിയുമായുള്ള വിവാഹം അദ്ദേഹത്തിൻ്റെ ശക്തിയും പ്രശസ്തിയും വർദ്ധിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം പണ്ട് കാലത്ത് അവരുടെ തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്തു? വിവാഹബന്ധത്തിൽ ഏർപ്പെടുക വഴി ആ സാമ്രാജ്യങ്ങളെ കൂടി എന്ത് ചെയ്തിരുന്നു? സ്വന്തം സാമ്രാജ്യത്തോട് ചേർക്കപ്പെട്ടിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രഗുപ്തൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഒരു അവിടെ ഉണ്ടായിരുന്ന ശക്തമായ ഒരു ലിച്ചാവി രാജകുടുംബത്തിലെ കുമാരദേവിയെയാണ് വിവാഹം കഴിച്ചത്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രതാപവും പ്രശസ്തിയും ശക്തിയും ഒക്കെ വർദ്ധിക്കുകയും ചെയ്തു. ഗംഗാതീരത്ത് പ്രയാഗ് വരെയുള്ള പ്രദേശങ്ങളും മഗധയും ചന്ദ്രഗുപ്തൻ തൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഗംഗാതീരത്ത് പ്രയാഗ് വരെയുള്ള പ്രദേശങ്ങൾ, പിന്നെ മഗധ, ഇതെല്ലാം തൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ ചന്ദ്രഗുപ്തന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ബീഹാർ, ഔധ്, അലഹാബാദ്, മഗധ എന്നിവയൊക്കെ ഉൾപ്പെട്ടതായിരുന്നു. മനസ്സിലായല്ലോ. AD 335 അദ്ദേഹം നിര്യാതനായി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകനായ സമുദ്രഗുപ്തൻ അധികാരത്തിൽ വന്നു. അപ്പോൾ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, ഗുപ്തവംശത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ രാജാവായിരുന്നു ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഗുപ്തവർഷം, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഗുപ്തവർഷം എന്നൊരു പുതിയ സംവത്സരം തന്നെ ആരംഭിച്ചു. ഏതാണ്ട് 600 വർഷത്തോളം ഗുപ്തവർഷം പ്രചാരത്തിലുണ്ടായിരുന്നു. അദ്ദേഹം മഹാരാജാതിരാജ എന്നൊരു പദവി വഹിച്ചിരുന്നു. അതുപോലെ അദ്ദേഹം കുമാരദേവി, ലിച്ചാവി കുടുംബത്തിലെ കുമാരദേവിയെയാണ് വിവാഹം കഴിച്ചത്. അതും അദ്ദേഹത്തിൻ്റെ പ്രതാപവും പ്രസിദ്ധിയും ഒക്കെ വർദ്ധിപ്പിച്ചു. പിന്നെന്താണ്? ഗംഗാതീരത്ത് പ്രയാഗ് വരെയുള്ള പ്രദേശങ്ങളും മഗധയും ചന്ദ്രഗുപ്തൻ തൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ബീഹാർ, ഔധ്, അലഹബാദ്, അതുപോലെ മഗധ എന്നിവയൊക്കെ ഉൾപ്പെട്ടതായിരുന്നു. AD 335 അദ്ദേഹം നിര്യാതനാവുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുത്രനായ സമുദ്രഗുപ്തൻ അധികാരത്തിൽ വരികയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് സമുദ്രഗുപ്ത. സമുദ്രഗുപ്തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ചോദിക്കാം. സമുദ്രഗുപ്ത നോൺ ആസ് ദ നെപ്പോളിയൻ ഓഫ് ഏൻഷ്യൻറ്റ് ഇന്ത്യ, അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. സമുദ്രഗുപ്തനെ പൗരാണിക ഇന്ത്യയുടെ നെപ്പോളിയൻ. ഇത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഗൈഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടിക്കിട്ട് തന്നെ പഠിക്കുക. സമുദ്രഗുപ്തനെ നമ്മുടെ നെപ്പോളിയൻ ഓഫ് ഏൻഷ്യൻറ്റ് ഇന്ത്യ അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് നോക്കാം. നമുക്കത് നോക്കാം. ഗുപ്ത അധികാരം വികസിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സമുദ്രഗുപ്തൻ ഒരു ആക്രമണ പരമ്പര തന്നെ സംഘടിപ്പിച്ച ഒരു രാജാവായിരുന്നു. വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലുമായി അദ്ദേഹം 9 രാജാക്കന്മാരെ പരാജയപ്പെടുത്തുകയും ഡെക്കാനിലെയും ദക്ഷിണ ഇന്ത്യയിലെയും 12 രാജാക്കന്മാരെയും പരാജയപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ അധികാരം വികസിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായിട്ട് ഒരു ആക്രമണ പരമ്പര തന്നെ നടത്തിയ ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹം വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലുമായി 9 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി. അതുപോലെ ഡെക്കാനിലെയും ദക്ഷിണേന്ത്യയിലെയും 12 രാജാക്കന്മാരെയും തോൽപ്പിച്ചു. എന്നിട്ട് ഈ പിടിച്ചടക്കിയ രാജ്യങ്ങളെല്ലാം തൻ്റെ സാമ്രാജ്യത്തോട്, ഏത് സാമ്രാജ്യത്തോട്? ഗുപ്ത സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നതിന് പകരം അവിടുത്തെ രാജാക്കന്മാരെ കൊണ്ട് തൻ്റെ പരമാധികാരം അംഗീകരിപ്പിച്ച് അവരിൽ നിന്ന് കപ്പം വാങ്ങുകയാണ് ചെയ്തത്. ഇദ്ദേഹം എന്താണ് ചെയ്തത്? സാധാരണ എല്ലാ രാജാക്കന്മാരും പിടിച്ചെടുക്കുന്നത് എന്ത് ചെയ്യുന്നു? തൻ്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത് സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ച് ആ രാജാവ് തന്നെ അങ്ങ് ഭരിക്കും. പക്ഷേ ഇദ്ദേഹം ചെയ്തത് അങ്ങനെയല്ല. പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ആ രാജ്യത്തെ രാജാവിനെ തന്നെ ഭരിക്കാൻ ഏൽപ്പിച്ചിട്ട് ആരുടെ പരമാധികാരം? സമുദ്രഗുപ്തൻ്റെ പരമാധികാരം അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും അവരിൽ നിന്ന് നികുതിപ്പണം, കപ്പം വാങ്ങുകയുമാണ് ചെയ്തത്. അതുപോലെ തന്നെ വിദൂര സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്തു? ദൂരസ്ഥലങ്ങൾ ഉൾപ്പെടുന്ന, അതായത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലെ യാത്രാ സൗകര്യവും വാർത്താവിനിമയ സൗകര്യവും അത്രയൊന്നും ഇല്ലാത്ത കാലത്ത് അദ്ദേഹം നേരിട്ട് നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനുള്ള ബുദ്ധിമുട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവരെ തന്നെ എന്ത് ചെയ്തത്? ഭരിക്കാനായിട്ട് പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ അവരെ തന്നെ ഏൽപ്പിച്ചതും. വടക്ക് ഹിമാലയം മുതൽ തെക്ക് നർമ്മദ വരെയും കിഴക്ക് ബ്രഹ്മപുത്ര മുതൽ പടിഞ്ഞാറ് ചമ്പൽ വരെയും വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം. അപ്പോൾ സമുദ്രഗുപ്തൻ്റെ സാമ്രാജ്യം എവിടം മുതൽ എവിടം വരെയായിരുന്നു? വടക്ക് ഹിമാലയം മുതൽ തെക്ക് നർമ്മദ വരെയും കിഴക്ക് ബ്രഹ്മപുത്ര മുതൽ പടിഞ്ഞാറ് ചമ്പൽ വരെയും വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു സമുദ്രഗുപ്തൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്നത്. വളരെ കാലം നീണ്ടുനിന്ന യുദ്ധങ്ങളുടെയും പിടിച്ചടക്കലുകളുടെയും ഒക്കെ
അവസാനം സമുദ്രഗുപ്തൻ ഒരു അശ്വമേധ യാഗം തന്നെ, പണ്ട് കാലത്ത് നിങ്ങൾക്കറിയാം അശ്വമേധ യാഗങ്ങളല്ലേ, കുതിരയൊക്കെ അങ്ങനെ യാഗങ്ങളൊക്കെ നടത്തുക പതിവായിരുന്നു. അങ്ങനെ അശ്വമേധ യാഗം നടത്തി ഇദ്ദേഹത്തിൻ്റെ ആക്രമണോത്സുകനായ, അതായത് സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മറ്റു സാമ്രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ ഭയങ്കര ഉത്സാഹഭരിതനായിട്ടുള്ള അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ ആക്രമണോത്സുകനായ ഒരു രാജാവും ധീരനായ യോദ്ധാവും മാത്രമായിരുന്നില്ല, ഇദ്ദേഹം ഒരു പ്രതിഭാധനനായ രാജ്യതന്ത്രജ്ഞൻ, നയതന്ത്രജ്ഞൻ, പണ്ഡിതൻ, കലാകാരൻ, സംഗീതജ്ഞൻ, ഇങ്ങനെ നിരവധി നിലകളിൽ പ്രശസ്തനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നത്, ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ ശാകന്മാരും കുശാനന്മാരുമായി ഇദ്ദേഹം വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് അവരുമായുള്ള സൗഹൃദ ബന്ധവും നിലനിർത്തിയിരുന്നു. സമുദ്രഗുപ്തൻ മതസഹിഷ്ണുതയുള്ള ഒരു രാജാവായിരുന്നു എന്നാണ് ചരിത്രം തെളിവ് നമുക്ക് നൽകുന്നത്. ബോധഗയയിൽ ഒരു ബുദ്ധമത സന്യാസ ആശ്രമം പണിയാൻ അദ്ദേഹം ശ്രീലങ്കൻ രാജാവിന് അനുമതി നൽകി. അതുപോലെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തെ പൗരാണിക ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് വേണം ഈ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് എഴുതാൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളെല്ലാം പരിഗണിച്ചാണ് അദ്ദേഹത്തിനെ പൗരാണിക ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് വിളിക്കപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് ഓൺ ദ പ്രൊലിഫറേറ്റർ ഓഫ് കാസ്റ്റ്സ് ഡ്യൂറിങ് ദി ഗുപ്ത പീരിയഡ്. ഗുപ്ത രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ജാതികളുടെ പെരുപ്പത്തെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക. അപ്പോൾ ജാതികളുടെ ഒരു ഭയങ്കരമായിട്ട് ജാതി പ്രത്യേകതകൾ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു ഗുപ്ത സമൂഹം എന്ന് പറയുന്നത്. അന്നത്തെ ഗുപ്ത സമൂഹത്തിൻ്റെ പ്രത്യേകത ജാതികൾ പെരുകിയിരുന്നു, അതായത് ഒരുപാട് ജാതികളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഗുപ്ത സമൂഹം. മൗര്യന്മാർക്ക് ശേഷം ഉത്തരേന്ത്യ നിരവധി വിദേശ ഗോത്ര വർഗ ആക്രമണത്തിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അപ്പോൾ ഒരുപാട് ജാതികൾ ഉയർന്നു വന്നൊരു കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ മൗര്യന്മാർക്ക് ശേഷം ഈ ഉത്തരേന്ത്യയിൽ നിരവധി വിദേശ ഗോത്ര വർഗ ആക്രമണങ്ങൾ നടന്നു. അതായത് ബാക്ട്രിയൻസ്, പാർത്തന്മാർ, ശാകന്മാർ, കുശാനന്മാർ ഇവരെല്ലാം അതിൽ ഉൾപ്പെടുന്നവരായിരുന്നു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഇവർ സ്ഥിരമായി താവളം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിലനിന്നിരുന്ന വർണ്ണഘടനയിലേക്ക് അവരെ പെട്ടെന്ന് ഉൾക്കൊള്ളിക്കാനായില്ല. ആയുധപരമായി ശക്തരായതുകൊണ്ട് അവരെ അവഗണിക്കാനും കഴിയില്ലായിരുന്നു. അപ്പോൾ ഇത്രയും ഒന്നുകൂടെ പറഞ്ഞുതരാം. നിരവധി ജാതികളുടെ ഒരു കാലഘട്ടം, ജാതികളുടെ പെരുകലാണ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷത എന്ന് പറയുന്നത്. മൗര്യന്മാർക്ക് ശേഷം എന്ത് ചെയ്യുകയാണ്, നോർത്ത് ഇന്ത്യയിൽ നിരവധി വിദേശ ഗോത്രവർഗ ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ചു. അപ്പോൾ ഇവർ ആക്രമിച്ചവർ ആരൊക്കെ? ശാകന്മാർ, കുശാനന്മാർ, അതുപോലെ ബാക്ട്രിയൻസ്, പാർത്തന്മാർ, ഇവരെല്ലാം അതിലുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഇവർ സ്ഥിരമായി താവളം ഉറപ്പിച്ചു. ഇന്ത്യയിൽ നിലനിന്നിരുന്ന വർണ്ണഘടനയിലേക്ക് അവരെ പെട്ടെന്ന് ഉൾക്കൊള്ളിക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. ആയുധപരമായി ശക്തരായതുകൊണ്ട് അവരെ അവഗണിക്കുവാനും കഴിയുമായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ തന്ത്രപ്രധാനവും സമ്പന്നവുമായ പല മേഖലകളും നിയന്ത്രിച്ചത് അന്ന് ആരായിരുന്നു? ഈ നമ്മളെ ആക്രമിച്ചെന്ന് പറയുന്ന ഈ ഗോത്രവർഗ്ഗക്കാരല്ലേ, ഇവർ തന്നെയായിരുന്നു നമ്മുടെ തന്ത്രപ്രധാനവും സമ്പന്നവുമായ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത്. യുദ്ധത്തിൻ്റെ തിരക്കിൽ ആയിരുന്നുവെങ്കിലും അവർ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചു. കോസാംബി, ഉജ്ജയിനി വഴിയുള്ള പാടലീപുത്ര ബറൗഖ് പാത, മധുര, സിന്ധുതടം വഴിയുള്ള പാടലീപുത്ര ഗ്രീസ് പാത എന്നിവ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിന് വഴിയൊരുക്കി. അപ്പോൾ അന്നത്തെ കാലത്തും നമ്മൾ എന്ത് ചെയ്തിരുന്നു? പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇനി ഈ പറയുന്നത്. എന്താണ്? കോസാംബി, ഉജ്ജയിനി വഴിയുള്ള പാടലീപുത്ര ബറൗഖ് പാത, മധുര, സിന്ധുതടം വഴിയുള്ള പാടലീപുത്ര ഗ്രീസ് പാത, ഇതെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള നമ്മുടെ കച്ചവട ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാപാരത്തിലൂടെ അതിയായ സമ്പത്ത് ആർജിച്ച വൈശ്യർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കച്ചവടം അല്ലേ, അതായിരുന്നല്ലോ അവരുടെ ജോലി. അപ്പോൾ വൈശ്യർക്ക് അതിനനുസരിച്ചുള്ള അംഗീകാരമോ സാമൂഹ്യ പദവിയോ ഒന്നും ആ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. അതിലവർ അതൃപ്തരുമായിരുന്നു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലെ തൊഴിലിൻ്റെ സവിശേഷവൽക്കരണം ഗ്രാമങ്ങളിൽ ഉപജാതികളുടെ പെരുകലിന് ഇടയാക്കി. അപ്പോൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ഇങ്ങനെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ തരംതിരിച്ചിരുന്നത് അവിടെ പിന്നീട് ഉപജാതികൾ പെരുകി വരുന്നതിന്, ജാതികൾക്കിടയിൽ തന്നെ മറ്റു ജാതികളോ അല്ലെ അങ്ങനെ ഉപജാതികളൊക്കെ പെരുകി വരുന്നതിന് കാരണമായി. ജനങ്ങൾ എന്ത് ചെയ്യുകയാണ്? അവരുടെ സവിശേഷമായ തൊഴിലുകളിൽ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ സൂക്ഷ്മതലത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച എങ്ങോട്ട് പോയി? പുറകോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ ജാതിയെപ്പറ്റി ഉപജാതിയെപ്പറ്റിയുമുള്ള അവബോധം ജാതി കോടതികളുടെയും ജാതി പഞ്ചായത്തുകളുടെയൊക്കെ ആവിർഭാവത്തിന് ഇടയാകും
ഇടയാക്കുന്നൊരു സാഹചര്യമുണ്ടായി. വാണിജ്യ സമൂഹത്തിൻ്റെ അഭിവൃദ്ധിയും യുദ്ധസംഘങ്ങളുടെ സാന്നിധ്യവും ഉപജാതികളുടെ ആവിർഭാവവും ഒക്കെ സാമൂഹ്യ സംഘർഷം സൃഷ്ടിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ജാതികളുടെ പെരുപ്പം അല്ലേ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് നിലവിൽ വരുന്നത്, ജാതിയെപ്പറ്റി ഉപജാതിയെ പറ്റിയുള്ള അവബോധം എന്തിൻ്റെയൊക്കെ ആവിർഭാവത്തിലേക്ക് വരികയാണ്, ജാതി കോടതികളുടെയും അതുപോലെ തന്നെ ജാതി പഞ്ചായത്തുകളുടെയും ആവിർഭാവത്തിലേക്കൊക്കെ വരുന്ന അവസ്ഥയുണ്ടാക്കി. വാണിജ്യ സമൂഹത്തിൻ്റെ അഭിവൃദ്ധിയും യുദ്ധസംഘങ്ങളുടെ സാന്നിധ്യവും ഉപജാതികളുടെ ആവിർഭാവമൊക്കെ എന്ത് ചെയ്യുകയാണ്, ഒരുപാട് സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും ബ്രാഹ്മണരുടെ മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ എന്ത് ചെയ്യണം, ഈ ഉയർന്നു വരുന്ന വാണിജ്യ ഈ സമുദായത്തോടും കൈവേലക്കാരുടെ വർഗത്തോടും ഒപ്പം അവരും അവരുടെ ശ്രേഷ്ഠത പങ്കുവയ്ക്കണം, അല്ലെങ്കിൽ തങ്ങളുടെ മഹത്വം നിലനിർത്തിക്കൊണ്ട് അവരിൽ നിന്നും മാറി നിൽക്കണം. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ആർക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നു, ബ്രാഹ്മണർക്ക്. പ്രായോഗികമായ ആവശ്യം പരിഗണിച്ച് ബ്രാഹ്മണർ 2ാമത്തെ വഴി തിരഞ്ഞെടുത്തു. അതായത് അവരുടെ മഹത്വം നിലനിർത്തിക്കൊണ്ട് അവർ മറ്റുള്ള ജാതിക്കാരിൽ നിന്നും മാറി നിന്നു. അപ്പം നമുക്കറിയാം പണ്ടുകാലത്ത് ബ്രാഹ്മണരുടെ മതം മാത്രമായിരുന്നു ശ്രേഷ്ഠമായിട്ടുള്ളത് അല്ലേ. സംസ്കൃതവൽക്കരണത്തിൻ്റെ തന്നെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ബ്രാഹ്മണർ ഉയർന്ന ജാതിക്കാരെ അനുകരിക്കാൻ മറ്റുള്ള ജാതിക്കാർ ശ്രമിക്കുന്ന ഒരു സമയം അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോ, 7ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള പാർട്ട് 1 വീഡിയോ ഇത്രയുമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി 5ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.